നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ വീണ്ടും ഗൃഹസന്ദർശനത്തിന് കോൺഗ്രസ്. ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം. 20 മുതൽ 28 വരെ പ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തും. KPCC യോഗത്തിലാണ് തീരുമാനം. റോഷിപാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ, തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരിക്കും ഈ ഗൃഹസന്ദർശനം ലക്ഷ്യമിടുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഇപ്പോൾ അടൂർ പ്രകാശിനെ ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അക്കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടി വരുമല്ലേ? അഭിനീത, രണ്ടാം വട്ടമാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഗൃഹസന്ദർശനം ജനുവരി ആദ്യവാരം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ 20 മുതൽ 28 വരെ ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗൃഹസന്ദർശനമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ലഘുലേഖകൾ ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യും. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ബൂത്ത് കമ്മിറ്റി നേതൃത്വത്തിനൊപ്പം ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകാനാണ് ഇന്ന് ചേർന്ന KPCC നേതൃയോഗം തീരുമാനിച്ചത്. ഇതുവഴി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനപിന്തുണ ഉറപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ വയനാട്ടിലെ ക്യാമ്പിൽ വെച്ചായിരുന്നു ഗൃഹസന്ദർശനത്തിന് തീരുമാനമെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആദ്യഘട്ടത്തിലെ ഗൃഹസന്ദർശനമെങ്കിൽ രണ്ടാം ഘട്ടത്തിലെ ഗൃഹസന്ദർശനത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. വിനീത, ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടാം വട്ട ഗൃഹസന്ദർശനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.